ഗൈസ് ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് നമ്മൾ രസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പരിപ്പുവര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയോടെ ഉണ്ടാക്കാൻ പോകും. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ മൊത്തമുണ്ടേ, അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പഠിച്ചുതരാം. അപ്പോൾ എളുപ്പത്തിലുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 20-25 കോവയ്ക്ക എടുക്കുക. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് കോവയ്ക്ക ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഒരു സവോള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതുകൂടെ ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. വഴറ്റൊന്നും വേണ്ട. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. കാശ്മീരി ചില്ലി ചേർത്താലായിരിക്കും കുറച്ചുകൂടെ കളറ് നമുക്ക് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കും, ഒരു റെഡ് കളറ്. അപ്പോൾ ആ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഗ്ലൗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് കുഴച്ചെടുത്തോളൂ. ഞാനൊരു സ്പൂൺ വെച്ച് കുഴയ്ക്കുന്നുണ്ട്. നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള കോവയ്ക്ക അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശേഷം ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വീണ്ടും ഇതുപോലെ മൂടി വയ്ക്കുക. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പം വീണ്ടും തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 2-3 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കത് ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റും ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ഇടയ്ക്ക് നോക്കുക. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ പുളിശ്ശേരി. അതിൻ്റെ കൂട്ടത്തിൽ ചോറും പൈനാപ്പിൾ പുളിശ്ശേരിയും പിന്നെ അതേ കോവയ്ക്ക മെഴുക്കുവരട്ടിയും. അപ്പോൾ ഇന്നത്തെ ഊണ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. ടാറ്റാ, ബൈ, സീ യു.